Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. താവം റെയിൽവേ മേൽപ്പാലത്തിന്റെ അപാകതകൾ കണ്ടെത്താൻ കോഴിക്കോട് NIT-യിലെ വിദഗ്ധ സംഘം പ്രാഥമിക പരിശോധന നടത്തി. M. വിജിൻ MLA-യും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് പാലത്തിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് M. വിജിൻ MLA പറഞ്ഞു. താവം റെയിൽവേ മേൽപ്പാലം 1 മാസത്തിലധികം അടച്ചിട്ട് അറ്റകുറ്റപ്രവൃത്തി നടത്തിയിട്ടും വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. മഴ പെയ്തതോടുകൂടി പാലത്തിനു മുകളിലെ ടാറിങ് ഇളകി കുഴികൾ രൂപപ്പെടുകയായിരുന്നു. നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്ത് മൈക്രോ കോൺക്രീറ്റ് നടത്തിയ ശേഷമാണ് ടാറിങ് പ്രവൃത്തി നടത്തിയത്. പാലം വീണ്ടും തകർന്നത് ഏറെ ആശങ്കയ്ക്ക് കാരണമാകുന്നു. ഇതിന്റെ ഭാഗമായാണ് M. വിജിൻ MLA-യുടെ നേതൃത്വത്തിൽ കോഴിക്കോട് NIT-യിലെ വിദഗ്ധ സംഘത്തെ എത്തിച്ച് പ്രാഥമിക പരിശോധന നടത്തുന്നത്. നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതിയും ഏതു തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇനി നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് സംഘം എത്തിയത്. പാലത്തിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് എന്ന് M. വിജിൻ MLA പറഞ്ഞു. കാരണം എല്ലാ മഴക്കാലവും വരുമ്പോൾ ഇത് നിരന്തരമായി ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കാരണം ജനപ്രതിനിധികൾ എന്ന രീതിയിൽ ജനങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ ജനപ്രതിനിധികൾക്കുള്ള ചില പരിമിതികൾ ഇതിനകത്തുണ്ട്. അതിനെല്ലാം അപ്പുറമുള്ള ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഈ പാലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഗൗരവമായി പരിശോധിക്കുകയാണ്. അതിനാണ് NIT കോഴിക്കോട് നിന്ന് സംഘം വന്നത്. നേരത്തെയും അത്തരം പരിശോധനകൾ നടന്നതാണ്. ഇത് കുറച്ചുകൂടി ഗൗരവമേറിയ പഠനം നടത്തുമെന്നാണ് അവർ അറിയിച്ചത്. അവർ പഠനം നടത്തിയതിന് ശേഷം തുടർ നടപടികൾ നമുക്ക് ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനിക്കാൻ പറ്റും. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മോഹനൻ, K. പത്മനാഭൻ തുടങ്ങിയവരും MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഏഴിമല ടോപ്പ് റോഡിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം യാത്രക്കാരെ ആശങ്കയിലാക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും ആഴമേറിയ താഴ്ചകളും കല്ലെടുത്ത് രൂപപ്പെട്ട വലിയ കുഴികളും നിലനിൽക്കുന്നതിനാൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ ഏഴിമല ടോപ്പ് റോഡിലാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. റോഡിന്റെ ഇരുഭാഗത്തും ഒരു ഭാഗത്ത് കൊക്കയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് കല്ലെടുത്ത ക്വാറിയിൽ നിറച്ചും വെള്ളമാണ്. ഇതിലൂടെ പോകുന്ന വാഹനയാത്രക്കാർക്ക് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയാൽ ജീവിതം നഷ്ടമാകും. ഏഴിമലയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ദിവസേന നിരവധി വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പല ഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തിയോ ക്രാഷ് ബാരിയറുകളോ ഇല്ലാത്തത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. വളവുകൾ കൂടുതലുള്ള ഈ റോഡിൽ രാത്രികാലങ്ങളിലും മഴക്കാലത്തും അപകട സാധ്യത കൂടുതൽ രൂക്ഷമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നല്ല കയറ്റമാണ്, നല്ല ഇറക്കാനല്ല. അപ്പോൾ കോറയിൽ കാര്യമായിട്ട് ആ കോറ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. കുഴി ഈ കാട് മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ നേരെയാക്കിയിട്ട് ജനങ്ങളുടെ ഒരു ജീവന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാദ്യം, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും. ഇപ്പം 3 അറിയാൻ പറ്റുമല്ലോ. 3 അങ്ങ് വന്നിട്ട് നമ്മുടെ എൻ്റെ മുമ്പ് നിന്നാണ് നമ്മളന്ന് പെരിയാറത്തേക്ക് എടുത്തു കൊണ്ടുപോയിട്ട് ഇവിടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ട്. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഈ റോഡിലെ കുരിശുമുക്ക് ഇറക്കത്തിൽ മുൻപ് ഉണ്ടായ വാഹനാപകടത്തിൽ 3 തൊഴിലുറപ്പ് തൊഴിലാളികൾ മരണപ്പെട്ട സംഭവം ഇന്നും പ്രദേശവാസികളുടെ ഓർമ്മയിലുണ്ട്. എന്നിട്ടും അപകട സാധ്യതയുള്ള ഭാഗങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പ്രധാന റോഡായതിനാൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ അടിയന്തരമായി ക്രാഷ് ബാരിയറുകൾ, സംരക്ഷണ ഭിത്തി, മുന്നറിയിപ്പ് ബോർഡുകൾ, ആവശ്യമായ ലൈറ്റിംഗ് എന്നിവ സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. നമുക്ക് ഇപ്പോൾ ഫുള്ള് കൂടിയാണ്. ഇപ്പുറത്താണെങ്കിൽ റബ്ബർത്തോട്ടം കാര്യങ്ങളും, ഇപ്പുറത്ത് വലിയ കോറക്കുഴിയും കാര്യങ്ങളും, അതേപോലെ പള്ളിയുടെ അപ്പുറത്ത് മെല്ലക്കുള്ള ഭാഗങ്ങളിലെ കുറച്ച് കുഴികളും കാര്യങ്ങളൊക്കെ ഡേഞ്ചറാണ്. അത് കൈവരി തന്നെ അത്യാവശ്യമാണ്. ജനങ്ങൾക്ക് പ്രാഥമിക ചെയ്യേണ്ട ആവശ്യങ്ങളാണ്.
കൂടുതൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ ടോപ്പ് റോഡിൽ അവരുടെ ജീവന് സഹായമാകുന്ന രീതിയിൽ ഒരു കൈവരിയെങ്കിലും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പിലാത്തറയിലെ അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ഫ്ളൈ ഓവർ സ്ഥാപിച്ച് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്നും പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകുന്നതിന് കൺവെൻഷനിൽ തീരുമാനമായി. പിലാത്തറയിലെ അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യമായ ഫ്ളൈ ഓവർ സ്ഥാപിച്ച് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്നും പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകുന്നതിന് കൺവെൻഷനിൽ തീരുമാനമായി. കൺവെൻഷന് KC രഘുനാഥ് സ്വാഗതം പറഞ്ഞു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനു മോഹൻ അധ്യക്ഷത വഹിച്ചു. KV ഉണ്ണികൃഷ്ണൻ, M ശ്രീധരൻ, TS ഉണ്ണിമാസ്റ്റർ, KP അസീസ്, TC വിൽസൺ, KM ദിവാകരൻ മാസ്റ്റർ, ഷാജി മാസ്കോ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൺവെൻഷൻ 101 അംഗ ജനറൽ കമ്മിറ്റിയെയും 27 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. MPമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ, സദാനന്ദൻ മാസ്റ്റർ, P ശിവദാസൻ, KC വേണുഗോപാലൻ, സന്തോഷ് കുമാർ P, M വിജിൻ MLA, MK രാഘവൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, TV രാജേഷ്, സനൂപ് മോഹൻ, ജയശ്രീ ടീച്ചർ എന്നിവരെ രക്ഷാധികാരികളായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കോത്തായിമുക്ക് പ്രദേശത്ത് നിന്നും എടാട്ട് വരെ പുതിയ 6 വരി ദേശീയപാത ഒരുങ്ങുമ്പോൾ നിലവിലെ പഴയ ദേശീയപാതയെ മറന്ന് അധികൃതർ. ഇവിടെ അറ്റകുറ്റപ്പണി നടത്താനോ ഓവുചാലുകൾ വൃത്തിയാക്കാനോ അധികൃതർ തയ്യാറാകാത്തത് കാരണം വെള്ളക്കെട്ടും യാത്രാക്ലേശവും അപകട ഭീഷണിയും ഏറിവരികയാണ്. കോത്തായിമുക്കിനു മുൻപ് വെള്ളൂരിൽ നിന്ന് എടാട്ട് വരെ നിലവിലുള്ള ദേശീയപാത ഒഴിവാക്കി 6 വരിപ്പാത ബൈപ്പാസ് റോഡ് നിർമ്മിച്ചതോടെ പഴയ ദേശീയപാത സംരക്ഷിക്കാൻ ആളില്ലാതായി. നിലവിലുള്ള പഴയ ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി നടത്താനോ ഓവുചാലുകൾ വൃത്തിയാക്കാനോ ദേശീയപാത അധികൃതർ തയ്യാറാകുന്നില്ല. ഇതുമൂലം പഴയ ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. കണ്ടോത്തിനും പെരുമ്പയ്ക്കുമിടയിൽ പലയിടത്തുമുള്ള വെള്ളക്കെട്ട് വാഹനങ്ങൾക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട്. ഇവിടെ ഓവുചാലുണ്ടായിരുന്നുവെങ്കിലും വൃത്തിയാക്കാത്തതിനാൽ അടഞ്ഞുകിടക്കുകയാണ്. ദേശീയപാത നിർമ്മാണം തുടങ്ങിയ ശേഷം ഇതുവരെയും ഇവിടെയുള്ള ഓവുചാലുകൾ വൃത്തിയാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ഏകദേശം 200 മീറ്ററോളം ഭാഗത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളക്കെട്ട് കാരണം കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തെറ്റായ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കും കാരണമാകുന്നു. വെള്ളക്കെട്ട് കാരണം ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. വെള്ളക്കെട്ടുള്ള ഭാഗത്ത് വാഹനമിറക്കാൻ ഡ്രൈവർമാർ തയ്യാറാകാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ഓവുചാലുകൾ അടിയന്തരമായി വൃത്തിയാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ കിഴക്കുംപാട്ടെ O അജിത് ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ഭാര്യ PM അജിതയും ആക്ഷൻ കൗൺസിലും ആവശ്യപ്പെട്ടു. അജിത് ബാബുവിന്റെ മരണത്തോടെ അനാഥരായിരിക്കുകയാണ് ഈ കുടുംബം. വെള്ളൂർ കിഴക്കുംപാട്ടെ O അജിത് ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അജിത് ബാബുവിന്റെ ഭാര്യ അജിത PM-ഉം ആക്ഷൻ കമ്മിറ്റിയും അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ഈ ഭാഗത്തൊരു മോശം ആർക്കും അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ ഈ ആത്മഹത്യ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അടിയും കുഴപ്പമില്ലാണ് ആത്മഹത്യ അതിൻ്റെ കാരണം. അതിൻ്റെ കുറ്റവാളി എന്തായാലും കാര്യമായിട്ട് തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കണമെന്ന അഭിപ്രായം നമുക്ക് ഇലക്ഷൻ കമ്മിറ്റിൻ്റെ അടുത്തും നാട്ടുകാരുടെ അടുത്തും ബന്ധുക്കളെല്ലായിടത്തും എല്ലാം പറയുന്നത്. അത് കാര്യമായിട്ട് ഉണ്ടാകണം. അതിപ്പോൾ പോലീസിനോടും എല്ലായിടത്തും നമ്മളെല്ലാം അന്നേ പറയുന്നത്. ഇപ്പോൾ ഉറച്ച് പറഞ്ഞു തന്നെ ഇപ്പം നാട്ടുകാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ കാര്യമായ ആൾക്കാർ വിമർശനമുണ്ട്. ഇത്രയും നാളായിട്ട് ഇതിൻ്റെ നടപടി ഇനിയില്ല എന്നൊരു കാര്യമായ വിമർശനമുണ്ട്. അതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് കാര്യമായിട്ടൊന്ന് പറയാം. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അജിത് ബാബുവിന് മർദ്ദനമേൽക്കുകയും തുടർഭീഷണികൾ ഉണ്ടായതായും പറയപ്പെടുന്നു. മെയ് 29-നാണ് അജിത് ബാബുവിനെ മരണപ്പെട്ട നിലയിൽ കിഴക്കുംപാട് നാഗത്തിൻമൂല അണക്കെട്ടിന് സമീപം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ബാബുവിന്റെ മരണത്തോടെ അനാഥമായത് 2 കൊച്ചുകുട്ടികളും ഭാര്യയും ഉൾപ്പെടുന്ന നിർധന കുടുംബമാണ്.
ഈ 2 കുഞ്ഞിനെയും കൊണ്ടല്ലേ എൻ്റെ മോൻ പിന്നെ പോയത്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പോയി നീ ആക്കി കൊടുക്കണം. ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദികളായവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആക്ഷൻ കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ സി ചന്ദ്രൻ മാസ്റ്ററും ആവശ്യപ്പെടുന്നു. നമ്മുടെ നാടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ബാബു ആത്മഹത്യ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞു. ബാബുവിൻ്റെ ആത്മഹത്യ കാരണക്കാരായ ആളുകളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഡിമാൻഡ്. ഇതിനാവശ്യമായ തെളിവുകളൊക്കെ വീഡിയോ സന്ദേശങ്ങളും ഓഡിയോ സന്ദേശങ്ങളൊക്കെ നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. 1 മാസമായിട്ടും നമ്മൾ പ്രതികളെന്ന് സംശയിക്കുന്ന ആൾ ഈ നാട്ടിൽ ശൗര്യവികാരം നടത്തുകയും ആളുകൾക്കൊക്കെ എന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി ചെറുപ്പക്കാരുടെ വ്യവസ്ഥ നടക്കുന്നത് ഈ നാട്ടിന് ജനങ്ങൾക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് നടപടി എത്ര വേഗം ഉണ്ടായിരിക്കണമെന്നത് നമ്മുടെ ഉറച്ച ആവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാത്തിൽ അയ്യോളത്തെ UV സുരേന്ദ്രൻ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് മാത്തിൽ വ്യാപാരി വ്യവസായി സമിതി സഹായം കൈമാറി. വ്യാപാരി സമിതി ഓഫീസിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അനസൂയ തുക ഏറ്റുവാങ്ങി. മാത്തിൽ അയ്യോളത്തെ UV സുരേന്ദ്രൻ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കേരള വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് സഹായം കൈമാറി. വ്യാപാരി വ്യവസായി സമിതി ഓഫീസിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അനസൂയ തുക ഏറ്റുവാങ്ങി. ഈ അവസരത്തിൽ അദ്ദേഹത്തെ സഹായിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ലക്ഷങ്ങളാണ് ചെലവ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സക്കായി ലക്ഷങ്ങളാണ് നമുക്ക് ചെലവ് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വൃക്കകളും തകരാറിലായ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് വൃക്കദാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. KE വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. A. അനിൽകുമാർ, അജിത് P, VV ഭാസ്കരൻ, K. അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ അയ്യോളത്തെ UV സുരേന്ദ്രൻ ഗുരുതരമായ അസുഖം ബാധിച്ച് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്. അനൂപ് CC കൺവീനറായും ദീപാങ്കുരൻ K ട്രഷററായും P. അജിത് ചെയർമാനുമായുള്ള ചികിത്സാ സഹായ കമ്മിറ്റി സുരേന്ദ്രനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. സുരേന്ദ്രനെ സഹായിക്കുന്നതിനായി സുമനസുകൾക്ക് അക്കൗണ്ട് നമ്പർ 404091085488 IFSC കോഡ് KLGB 0040409 കേരള ഗ്രാമീൺ ബാങ്ക് മാത്തിൽ UPID 90547469 എന്ന അക്കൗണ്ട് നമ്പറിൽ എത്തിച്ചു നൽകാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്യം നിന്നു പോകുന്ന നെൽകൃഷി സംസ്കാരവും പരമ്പരാഗത കൃഷിരീതികളും പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വയലറിവ് ഭാഷാ ക്ലാസ് സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം തെക്കുംപാട് തെക്കേവയൽ പാടത്ത് വെച്ചായിരുന്നു കുട്ടികൾക്കായി പാഠപുസ്തകത്തിന് പുറത്തുള്ള വ്യത്യസ്തമായ ഈ ക്ലാസ് നടന്നത്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിലെ UP വിഭാഗം വിദ്യാർത്ഥികൾ കുഞ്ഞിമംഗലം തെക്കേ വയലിലെ ചളിമണ്ണിൽ നെൽച്ചെടികൾ നട്ട് കൃഷിയുടെ ആദ്യ പാഠങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. മണ്ണിന്റെ മണവും കൃഷിയുടെ കഠിനാധ്വാനവും ഒരുപോലെ പകർന്നു നൽകിയ ക്ലാസ് കുട്ടികൾക്ക് പുതിയ അറിവായി. സ്കൂളിലെ മുൻ അധ്യാപകനും കൃഷിക്കാരനുമായ MK ദാമോദരൻ മാസ്റ്റർ വയലിലിറങ്ങി വളപ്രയോഗമടക്കമുള്ള നെൽകൃഷിയുടെ ഓരോ ഘട്ടങ്ങളും കുട്ടികൾക്ക് വിശദമാക്കി കൊടുത്തു. കുട്ടികൾക്ക് തങ്ങൾ കഴിക്കുന്ന അന്നം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ഈ വയൽവരമ്പിലെ ക്ലാസ് ഉപകരിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഞാറ് നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം കൃഷിഭവൻ കൃഷി ഓഫീസർ അമിത സിസിൽ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ വിനോദ് മാസ്റ്റർ, മറ്റ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂൾ അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. മണ്ണിൽ കളിച്ചും കൃഷി പഠിച്ചും ഒരു ഉച്ചനേരം കുട്ടികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് V. കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പയ്യന്നൂർ മണ്ഡലം MLA V. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള
അനുമോദന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ വളരെ വിരളമായിരുന്നു. ഒന്നാം കാലത്ത് ഇത്തരൊരു വിജയം കൈവരിക്കാൻ സാധിച്ചവരുടെ എണ്ണം വളരെ ചുരുക്കമായിരുന്നു. അവരെ ആദരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് KP വിജയൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ യൂജിൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. +2 കൊമേഴ്സ് പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് നേടി സ്കൂളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ +2 ടോപ്പർ ആയിഷ ബി അനസ് എന്ന വിദ്യാർത്ഥിനിയെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. സുപ്രിയ ടീച്ചർ, OC കൃഷ്ണൻ, ശ്രീലത KV, ലീന ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 4ാം ദിവസത്തെ വിജയിയെ തെരഞ്ഞെടുത്തു. തൃക്കരിപ്പൂർ സ്വദേശി പ്രദീപാണ് 4ാം ദിനത്തിലെ വിജയി. വിജയിക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 4ാം ദിനത്തിലെ വിജയിയെ തിരഞ്ഞെടുത്തു. തൃക്കരിപ്പൂർ സ്വദേശി പ്രദീപാണ് വിജയി. വിജയിക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. വേൾഡ് കപ്പ് മത്സരം അവസാന ദിവസം വരെയും പ്രവചന മത്സരം തുടരും. പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രവചനവും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ സ്ലിപ്പ് രാത്രി 8 മണിക്ക് മുൻപായി പെരുമ്പ ബൈപ്പാസ് റോഡിൽ ഐ ഫൗണ്ടേഷന് എതിർവശത്തുള്ള കൃഷ്ണ ട്രേഡേഴ്സിൽ എത്തിക്കുക. നറുക്കെടുപ്പ് രാവിലെ 10 മണിക്ക് നടക്കും. കൃഷ്ണ ട്രേഡേഴ്സ് വിജയികൾക്ക് നൽകുന്ന സമ്മാനങ്ങൾക്കു പുറമെ വേൾഡ് കപ്പ് ഫൈനൽ മത്സര വിജയികളെയും നേടുന്ന ഗോളും പ്രവചിക്കുന്നവർക്ക് കൃഷ്ണ ട്രേഡേഴ്സിന്റെ സ്പെഷ്യൽ സമ്മാനവും ഉണ്ടാകും. ജൂൺ 29 മുതലാണ് പ്രവചന മത്സരം ആരംഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സയും രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനവും വേണമെന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. നിലവിൽ രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ലാത്തതു കാരണം കടുത്ത ദുരിതത്തിലാണ് രോഗികൾ. പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലത്ത് ഡോക്ടറില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങി. 2 മാസത്തിലധികമായി ഇവിടെ രാത്രികാലത്ത് ഡോക്ടറില്ലാതായിട്ട്. സമീപ പഞ്ചായത്തുകളിൽ നിന്നു പോലും രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്താറുണ്ട്. രാത്രികാലത്ത് സാധാരണക്കാരായ നിരവധി ആളുകളാണ് പയ്യന്നൂരിലെ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ സമയത്ത് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട സാഹചര്യവുമുണ്ട്. 3 ഡോക്ടർമാരുള്ള ഈ ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് പെരിങ്ങോം ആശുപത്രിയിലും ചാർജുണ്ട്. എത്രയും വേഗം രാത്രികാല ഡോക്ടറെ നിയമിച്ചില്ലെങ്കിൽ ഇനിയും വലിയ പ്രയാസമാണ് സാധാരണക്കാർക്ക് നേരിടേണ്ടി വരിക. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കുറ്റൂർ കൂവപ്പയിൽ പടുതാകുളത്തിൽ നടത്തിയ വരാൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രീത ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് വേറിട്ട് ആധുനികമായ പരീക്ഷണങ്ങളിലൂടെ പടുതാക്കുളത്തിൽ നടത്തിയ വരാൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് കുറ്റൂർ കൂവപ്പയിൽ നടന്നു. എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രീത ഉദ്ഘാടനം ചെയ്തു. ജനകീയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നമ്മളിവിടെ വെച്ച് നടത്തുന്നത്. നമുക്കറിയാം, നമുക്ക് ഏറെ ഒരു ഇഷ്ടപ്പെട്ട വിഭവമാണ് മത്സ്യം. അപ്പം നമുക്ക് നല്ല സുരക്ഷിതമായ മത്സ്യം ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ കർഷകന് നല്ലൊരു വരുമാനം ഉറപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ട്രോളിംഗ് പീരീഡിൽ നമുക്ക് ലഭിക്കുന്ന മത്സ്യം വളരെ മുൻപ് തന്നെ പിടിച്ച്. വാർഡ് മെമ്പർ P. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാടായി മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ P. പ്രഭാഷ് ലാൽ, മാടായി മത്സ്യഭവൻ അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ AS ആസിഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 LSS വിജയികളെ അനുമോദിച്ചു. SBI റിട്ടയർഡ് ഡെപ്യൂട്ടി മാനേജർ KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി.
SSLC +2 LSS വിജയികളെ അഭിനന്ദിച്ചുകൊണ്ട് അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം അനുമോദന സദസ്സ് മികവ് 2026 സംഘടിപ്പിച്ചു. മീഡിയ വൺ യങ് CEO അവാർഡ് നേടിയ ഋഷികേശ് S. ഗിരീഷിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. SBI റിട്ടയർഡ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ KV ഹരിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. നിങ്ങളൊക്കെ വളരെ മിടുക്കരായ കുട്ടികളാണ്, നമ്മുടെ രക്ഷിതാക്കളാണ്. നിങ്ങളെപ്പോലെ ഒരു സാധാരണ കുടുംബത്തിൽ, എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. പൊക്കാനശ്ശേരിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ 4 വർഷം, 4ാം ക്ലാസ് വരെയുള്ള താമസം. അമ്മയുടെ തറവാട്. അവിടുന്ന് അച്ഛൻ തൃക്കരിപ്പൂർ, സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെൻറ് UP സ്കൂൾ മാസ്റ്റർ ആയപ്പോൾ അച്ഛനവിടെ വീടെടുത്തിട്ട് ഞങ്ങളങ്ങോട്ട് മാറി. അങ്ങനെ തെക്കേ തൃക്കരിപ്പൂർ ഗ്രാമവാസിയായി. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ സുഗ്രാമങ്ങൾ, ഞാൻ സുഗ്രാമം എന്ന് പറയാം, എല്ലാവരും ഉപയോഗിക്കുന്നത് കുഗ്രാമങ്ങളിൽ നിന്നാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും എന്നവരുടെ ഗ്രാമങ്ങളിലാണ്. ഞാൻ സുഗ്രാമങ്ങൾ എന്ന് പറയാനാണ് കഴിയുന്നത്. U. രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബൈജു ഭാസ്കർ അനുമോദന പ്രസംഗം നടത്തി. ഡോക്ടർ അശ്വതി ശ്രീധരൻ സ്വാഗതവും CK ഹരീന്ദ്രൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആദരിക്കുകയും സംരക്ഷിക്കുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് തദ്ദേശ ഭരണം എന്ന നിലയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ആ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിലടക്കം കാർഷിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള നിലയിൽ എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിട്ട് തന്നെയാണ് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത്തവണയും നമുക്കറിയാം, കാർഷിക മേഖലയിൽ ഒരു പക്ഷേ കഴിഞ്ഞ കാലത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ കാർഷിക മേഖലയിൽ വിസ്തൃതി ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാർഷിക സഭയിലൂടെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, പരിമിതികൾ ഒക്കെ ചർച്ച ചെയ്ത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രവി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. KKV ലക്ഷ്മണൻ, ലേഖ KV, വസന്ത, MV രാജീവൻ, U രാമചന്ദ്രൻ, ജഗമോഹൻദാസ്, ശാരദാദേവി VK എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ ചക്ക ദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൃഷി ഓഫീസർ AN അനുഷ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ ചക്ക ദിനാഘോഷം സംഘടിപ്പിച്ചു. ചക്ക കൊണ്ട് മിക്സ്ചർ, കട്ട്ലറ്റ്, കൊഴുക്കട്ട തുടങ്ങിയ വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. ചക്കയുടെ പോഷകമൂല്യം, ഔഷധ ഗുണങ്ങൾ, കേരളത്തിന്റെ സംസ്ഥാന ഫലം എന്ന നിലയിലുള്ള പ്രാധാന്യം എന്നിവയെക്കുറിച്ച് അധ്യാപകർ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന നാടറിയാം നാട്ടുരുചി നുണയാം എന്നു പേരിട്ട പരിപാടി കൃഷി ഓഫീസർ AN അനുഷ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ചക്ക നമ്മുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് ചക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പ്രമേഹത്തിനെതിരെയും മറ്റ് രോഗങ്ങൾക്കെതിരെയൊക്കെ ചക്ക എന്തുകൊണ്ടും നല്ല മൂല്യമുള്ള ഒരു വസ്തുവാണെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും ചക്ക ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസവും ചക്കയുടെ ഉൽപ്പന്നങ്ങളായിരിക്കും നമുക്ക് ഭക്ഷണമായിട്ടുള്ളത്. ചടങ്ങിൽ വാർഡ് മെമ്പർ P. വിജയകുമാർ അധ്യക്ഷനായി. പ്രഥമാധ്യാപിക പ്രീത ടീച്ചർ, ഗോപിക ടീച്ചർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നാടൻ ഭക്ഷണശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചക്കയുടെ പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് അറിയാനും പരിപാടി സഹായകരമായി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഓണത്തിന് വിളവിന്റെ വിസ്മയം ഒരുക്കാൻ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങി. കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൃത്യതാ കൃഷിയുടെ നടീലുദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. ഓണത്തിന് വിളവിന്റെ വിസ്മയം ഒരുക്കാൻ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങി. കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൃത്യത കൃഷിയുടെ നടീലുദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കൃഷി വകുപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള വിപുലമായിട്ടൊരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഓണക്കാലത്താണ് ഏറ്റവും അധികം
പച്ചക്കറികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ പച്ചക്കറിക്ക് മാർക്കറ്റിൽ ആവശ്യമുള്ള സമയം അതാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അനസൂയ അധ്യക്ഷയായി. കിണർമുക്ക് പായത്ത് 2 ഏക്കർ സ്ഥലത്താണ് തുടക്കത്തിൽ കൃഷി ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കും. കാഞ്ഞിരങ്ങാടൻ രാജഗോപാലൻ മാസ്റ്ററുടെ കൃഷിയിടത്തിൻ കൂട്ടായ്മയിലാണ് മണ്ണിൽ പൊന്നു വിളയിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നത്. ജില്ലാ കൃഷി ഓഫീസർ തുളസി ചെങ്ങാട്ട് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം എ വി ലേജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജി ബിന്ദുമോൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ ഗംഗാധരൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ജയൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സീമ സഹദേവൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഖി കെ, കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ, അസിസ്റ്റന്റ് സന്ദീപ് എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മയിലുകൾ നാട്ടിൽ ഒരു സാധാരണ കാഴ്ചയാകുമ്പോഴും മയൂരനൃത്തം അത്ര പരിചിതമായ ഒന്നല്ല. താളാത്മകമായ ചുവടുവെപ്പുകളിലൂടെ നീലയും പച്ചയും കലർന്ന തൂവലുകൾ വിടർത്തിയാടുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. നാട്ടിൻപുറങ്ങളിൽ മയിലുകളുടെ സാന്നിധ്യം സജീവമാകുമ്പോൾ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന മയിൽ നൃത്തം നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാകുന്നു. സാധാരണയായി ശാന്തമായ അന്തരീക്ഷത്തിൽ നേരിയ ചാറ്റൽ മഴയ്ക്ക് ശേഷമാണ് തുറസായ സ്ഥലങ്ങളിൽ മയിലുകൾ നൃത്തം ചെയ്യുന്നത്. 2-3 മയിലുകൾ ഒരുമിച്ച് അണിനിരക്കുന്ന ഈ മനോഹര ദൃശ്യം പ്രദേശവാസികൾക്ക് വലിയൊരു നേരമ്പോക്കാണ് സമ്മാനിക്കുന്നത്. ആൺമയിലുകൾ തങ്ങളുടെ പ്രണയപ്രകടനത്തിന്റെ ഭാഗമായാണ് മനം മയക്കുന്ന പീലി വിടർത്തുന്നത്. നീലയും പച്ചയും കലർന്ന തൂവലുകൾ വിടർത്തിയുള്ള ഇവരുടെ താളാത്മകമായ ചുവടുവയ്പ്പുകൾ കവികളെയും കലാകാരന്മാരെയും ഒരുപോലെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. ഈ ദൃശ്യഭംഗിയിൽ നിന്നും ഉൾക്കൊണ്ടാണ് പ്രശസ്തമായ മയിൽ നൃത്തം എന്ന നാടോടി നൃത്തരൂപം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എരമം കുറ്റൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത ഉദ്ഘാടനം നിർവഹിച്ചു. എരമം കുറ്റൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ കാർഷിക മേഖല കൂടുതലായും നമ്മുടെ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് നടന്നു പോകുന്നത്. കൂടുതലും മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാർഷിക രീതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പഴയ ആളുകൾ മഴക്കാലമാകുമ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യത്തിലും വിത്ത് നടുന്നതിലും വിത്ത് പാകുന്നതിലും തൈകൾ നടുന്നതും ഒക്കെ ഒരു പ്രത്യേക കാലത്ത് അതിന് സമയവും സന്ദർഭവും ഒക്കെ നോക്കിയാണ് ചെയ്തിരുന്നത്. അതിന് കാരണം തന്നെ നമ്മുടെ കേരളത്തിലെ മിക്ക കാർഷിക വിളകളും ഈ മഴയെ ആശ്രയിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നു, അതിനെ ആശ്രയിച്ച് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ രേഷ്മ പി സ്വാഗതം പറഞ്ഞു. കെ സുധാമണി, വാർഡ് മെമ്പർ പി രാമചന്ദ്രൻ, ബിന്ദു, കെ ബി ബാലകൃഷ്ണൻ, എം പി ദാമോദരൻ, മുഹമ്മദ് ഹാജി, സാജു ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിള ഇൻഷുറൻസിനെക്കുറിച്ചും മണ്ണു പരിശോധനയെക്കുറിച്ചും ശ്രീഗിത്ത്, അനഘ, CPK പ്രദീപ് എന്നിവർ ക്ലാസ് എടുത്തു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ, പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇതോടുകൂടി നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.